മുന്നിലൊരു പുഴ കടന്നിട്ടും ഇതുവരെ നീന്തൽ അറിഞ്ഞൂടാ. ആര് പറഞ്ഞു കണ്ണ നീന്തൽ അറിയില്ലാന്ന്? ഇവരിപ്പോ നീന്തുവല്ലേ ജീവിതത്തില്, കയ്യും കാലും ഇട്ട് അടിക്കുമല്ലേ. എടാ, നീ ഇനി ഒരുപാട് പൂരങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആയിക്കോട്ടെ, കാണാനുള്ള പൂരമൊക്കെ ഞാൻ അങ്ങ് കണ്ടോളാം. ആരും കൂട്ടുവേണ്ട. ഇത്രയൊക്കെ ആയിട്ട് അവന്റെ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടോ നോക്കിയേ. എടാ, ഇനി നിന്നെ മുക്കാൻ പോകുന്നത് നിന്റെ ഭാര്യ തന്നെയാടാ. അതങ്ങനെ അല്ലടാ. അതേതാണ്ട് മുക്കി കഴിഞ്ഞു. എന്റെ ഭാര്യയെ കുറിച്ച് കുറെ പറഞ്ഞല്ലോ എല്ലാവരും. എന്നിട്ടും അവൾ എനിക്കൊപ്പം ഉള്ളതിന്റെ കണ്ണുകടിയാ എല്ലാവർക്കും. എന്നാ കേട്ടോ, എന്റെ മരണം വരെ വിജിത എനിക്കൊപ്പം ഉണ്ടാവും. ആ, അവക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയൊക്കെ ലാളിച്ച് അങ്ങ് കഴി. തനിക്ക് കുട്ടികളില്ലല്ലോ, അതിന്റെ അസൂയ. കേറിപ്പോടാ. അവൻ നന്നാവത്തില്ല പാപ്പാ. എടാ, നിനക്ക് കുട്ടികളില്ലെന്ന് പറഞ്ഞപ്പോ വേണമെങ്കിൽ അവന്റെ കുഞ്ഞിനെ കുറിച്ച് നിനക്കും പറഞ്ഞുണ്ടായിരുന്നോ? ഹേയ്, അതൊക്കെ അവൻ തിരിച്ചറിയുന്ന ഒരു ദിവസം വരുവാടാ. അതിന് വല്ല താമസമൊന്നുമില്ല. അന്നാ ഈ പറഞ്ഞതിനും പ്രവർത്തിച്ചതിനൊക്കെ അവൻ മാപ്പ് ചോദിക്കാൻ പോകുന്നത്. നമ്മുടെ അരികിലേക്ക് വരുന്ന ഒരു ഉണ്ണി എന്റെ മനസ്സിലുണ്ട്. അത് വന്നല്ലേ പറ്റൂ. നിനക്കറിയാവുന്നല്ലേ പാപ്പാ, ഇവൻ ഓരോ ലീവിന് വരുമ്പോഴും നീയും കുട്ടനും ജമാലിക്കയും ഹരിദാസും കൂടെ വലയെറിഞ്ഞ് വരാലിനെ ഈർക്കില്ലാത്ത കോർത്താ വരാറ്. ഇവന് കറി വെച്ചും പൊരിച്ചും കൊടുക്കാൻ. അത് അസലായിട്ട് പവിത്രയും കാർത്തൂടെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പിന്നെ ഏതെല്ലാം രീതിയിലായിരുന്നു എല്ലാവരോടും ഇവനെ സഹായിച്ചുകൊണ്ടിരുന്നത്. നാട്ടുകാര് മൊത്തം മധുരകത്തെ പയ്യൻ ഡോക്ടറായതിന്റെ സന്തോഷത്തിലായിരുന്നു. ഓണത്തിന്റെ അന്ന് അവൻ എന്തെല്ലാം സാധനങ്ങളായിരുന്നു ആൾക്കാർ കൊണ്ടു കൊടുത്തോണ്ടിരുന്നത്. എന്നിട്ട് ആർക്കെങ്കിലും അവനൊരു സഹായമായോ? ചികിത്സിക്കാൻ വന്നവരുടെ കയ്യിൽ നിന്ന് 60 പൈസ വാങ്ങിച്ചിട്ടുണ്ടെന്നാ കേട്ടത്. അമ്മയ്ക്ക് ആഹാരം കൊടുക്കാതെ തൊഴുത്തി കിടത്തിയവൻ പിന്നെ ആരെ സ്നേഹിക്കാനാ? അവന് വേണ്ടി ആരോഗ്യം കളയുമ്പോഴൊന്നും ഞാൻ കരുതിയില്ല അവൻ സ്നേഹിക്കുന്നത് സമ്പത്തിനെയാണെന്ന്. അവിടെയാണ് പഴിച്ചുപോയത്. എങ്ങനെ കഴിഞ്ഞിരുന്ന തറവാടാ, എത്ര ആൾക്കാർക്ക് ആശ്രയമായ തറവാടാ. കഴിഞ്ഞ 2 ഓണമായിട്ട് അവിടെ നമ്മളാരുമില്ല. കണ്ണ പോ. അയ്യോ, താനായിരുന്നു? തന്റെ തലയിൽ എന്ത് പറ്റിയടോ? ഓ, ഏതോ ദ്രോഹികൾ ഇരുട്ടടി അടിച്ചതാ. അതാരായാലും അവന്റെ തല ഇടുത്തി വീഴാതിരിക്കട്ടെ. ഇടുത്തി വീഴാതിരിക്കട്ടെ? അല്ല, ഇടുത്തി വീഴട്ടെ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആ, നിന്റെ ശത്രുക്കളാകരണ എന്നോട് ഈ പണി കാണിച്ചത്. ആയിരിക്കും ആയിരിക്കും. കണ്ണനോ ദീപനോ പപ്പനോ ആയിരിക്കും. അല്ലാതെ ആരിത് ചെയ്യാനാ? ആരും ചെയ്യല. അതുകൊണ്ട് അവന്മാരെ തല്ലിക്കൊല്ലാനായിട്ട് താൻ ഒരാളെ വെക്ക. പക്ഷെ മുട്ടാളന്മാരാ. അവന്മാരോട് മുട്ടിയാ ഇനി മുട്ടുകാലായിരിക്കും തല്ലി ഓടിക്കുന്നത്. അത് ശരിയാ. നീ എപ്പോഴാ കരണ പരോളിലിറങ്ങുന്നത്? അടുത്ത പരോളിന്. അല്ല, ക്രിസ്മസിന് കരോൾ ഇറങ്ങുമ്പോ. നീ ഒന്ന് പുറത്തിറങ്ങിയിട്ട് വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് തീരുമാനിക്കാൻ. അതിന് ഞാൻ പുറത്തിറങ്ങണമെന്നില്ലല്ലോ. ഇപ്പോഴേ തീരുമാനിക്കാമല്ലോ. നീ അതെന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നാമത് അവക്ക് നിന്നോട് അമിതമായ സ്നേഹമായിരുന്നതുകൊണ്ടേ ജനിക്കുന്ന കുഞ്ഞിന് നിന്റെ അതേ മുഖമായിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ആ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പേ വിറ്റാമിനുള്ള സാധനങ്ങൾ കൊടുത്താലേ ചോരമയം കാണൂ. എല്ലാം ശരിയാവും മാമി. ശരിയാവണം മരുമോനെ, അല്ലെങ്കിലേ നാട്ടുകാർ നമ്മളെ എടുത്തിട്ട് ശരിയാക്കും. മാമി മാമി പുറത്തോട്ട് പോവാണോ? അതെ, അവളുടെ പേരിൽ ഒരു 3.5 ഏക്കർ പറമ്പുണ്ടല്ലോ, അവിടുത്തെ തേങ്ങയൊക്കെ ഇപ്പൊ വിളഞ്ഞു കാണും. 5-6 മാസമായിട്ട് തേങ്ങയിടാൻ പോകുന്നില്ല. ഉണങ്ങി വീണതൊക്കെ നാട്ടുകാർ കൊണ്ടുപോയി കാണും. അത്രയ്ക്ക് നല്ല നാട്ടുകാരാണല്ലോ ചുറ്റുപാടും ഉള്ളത്. ഇന്നൊന്നു പോയി തെങ്ങ് കയറാൻ ആരെങ്കിലും ഒന്ന് സംഘടിപ്പിക്കണം. അതിനും ഇപ്പം മലയാളികളില്ല, ബംഗാളികളെ ഉള്ളൂ. തേങ്ങ വിറ്റ് 10,000-10,000 കിട്ടിയാലേ തൽക്കാലം അതൊരു ആശ്വാസമാവുമല്ലോ. പിന്നെ പുറത്ത് ചെറിയ മഴയുണ്ട്, അതുകൊണ്ട് കൊടയും പിടിച്ചു പോകാം. കാശ് ചോദിച്ചാണെങ്കിലും വന്നാ മറച്ചു പിടിക്കാലോ. നിന്റെ കൈ തല്ലി ഓടിച്ചതുപോലെ എന്റെ കൈയും കാലും ആരെങ്കിലും എപ്പോഴെങ്കിലും തല്ലി ഓടിക്കുമോന്ന് പേടിച്ചു നടക്കുക ഞാൻ. ഒരാള് ജയിലിൽ പോയി രക്ഷപ്പെട്ടു. ഇപ്പൊ അയാളുണ്ടാക്കിയ സകല ബാധ്യതകളും തീർക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാ. നീ കൈയോടിഞ്ഞിരിപ്പായി പോയല്ലോ. കൈ നേരെയായിരുന്നെങ്കിൽ ഇപ്പൊ അവനങ്ങ് മലമറിച്ചു. മാമി പറയുന്നത് ഞാൻ കേട്ടു. കേക്കാൻ വേണ്ടി തന്നെയാ പറഞ്ഞത്. കേട്ടാലും വിശേഷമൊന്നും ഇല്ലല്ലോ. മാമിയെ കൊണ്ട് ഇതൊക്കെ ഞാൻ തിരിച്ചു പറയിക്കും. അയ്യോ, അങ്ങനൊന്നും പറയിക്കല്ലേ, മാമിക്ക് കരച്ചില് വരും. നീ വെറുതെ ഡോക്ടർ പഠിത്തത്തിനൊന്നും പോകാതെ നിന്റെ ഏട്ടനൊപ്പം മമ്മട്ടിയും തൂമ്പായും എടുത്ത് പറമ്പിലേക്ക് ഇറങ്ങിയാ മതിയായിരുന്നു. എങ്കിലിപ്പോ 10 കപ്പയെങ്കിലും വിറ്റ് കാശുണ്ടാക്കായിരുന്നു. അല്ലെങ്കിൽ അവന്റെ കടയുടെ എതിർവശം ഒരു തട്ടുകട ഇടായിരുന്നു. കണ്ണേട്ടന്റെ തട്ടുകടയെന്ന് അവൻ ഇട്ടപ്പോ ഉണ്ണിമോന്റെ തട്ടുകട എന്ന് നമുക്കും ഇടായിരുന്നു. ഇതിപ്പോ ഡോക്ടറായി പോയില്ലേ, അതുകൊണ്ട് ഇനി മണ്ണിലോട്ട് ഇറങ്ങാൻ പറ്റില്ല, കടയിടാനും പറ്റില്ല. ആ പൊറോട്ടയൊക്കെ ഏതെങ്കിലും കടയിൽ പോയിരുന്ന് അടിച്ചാലുണ്ടല്ലോ മുടിഞ്ഞ കാശാ. പറഞ്ഞിട്ടെന്താകാനാ, പൊറോട്ട അടിക്കുന്നതിന് പകരം നാട്ടുകാരുടെ അടി കൊള്ളാനാ വിധി. ഇവൻ കുറെ നേരമായല്ലോ ഇങ്ങനെ കളിക്കാൻ തുടങ്ങിയിട്ട്. തടസ്സപ്പെടുത്തണ്ട, അവന്റെ വിഷമവും നിരാശയൊക്കെ അങ്ങനെ തീരട്ടെ. കരയാൻ അവനും പറ്റുന്നില്ല. പിന്നെ മനസ്സിന് സങ്കടം വരുമ്പോ മണ്ണിനെ അല്ലേ വേദനിപ്പിക്കാൻ പറ്റൂ, ഇതുപോലെ കൊത്തിക്കളച്ച്. ഞാനും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അരിശം തീരാതെ. പലപ്പോഴും കൂടുതലും ജയിലിൽ വെച്ചായിരുന്നു. വിളഞ്ഞ തേങ്ങ ഒന്നുമില്ല. കുറെ നാളായി തേങ്ങ വെട്ടിയിട്ട്. എന്നിട്ട് ഉണങ്ങിയ തേങ്ങ ഒരെണ്ണം പോലും പറമ്പിലില്ല. ഇവന്മാരെന്താ ഇവിടെ? ഇനി പറമ്പ് കൈയേറിയോ? നീയൊക്കെ എന്താ ഇവിടെ? എന്താ ഞാൻ ചോദിച്ച കേട്ടില്ലേ? ദീപ, എന്താ ഇതൊക്കെ? എന്താ വേണ്ടേ? നീ എന്താ ഇവന്മാരെയൊക്കെ വിളിച്ചോണ്ട് എന്റെ പറമ്പിൽ കയറിയേ? കുറെ നാളായി ഇങ്ങോട്ട് നോക്കാൻ ആരും ഇല്ലെന്ന് കരുതി പറമ്പങ്ങ് കൈയേറിയതാണോ? എന്റെ പറമ്പിൽ കേറാനും കിളയ്ക്കാനും എനിക്ക് ആരുടെ അനുവാദം വേണ്ട. നിന്റെ പറമ്പോ? ഇനി ഇവിടെ വിത്ത് മുളച്ചത് പാകമാകുമ്പോ വിറ്റ് കിട്ടുന്ന പൈസയിൽ ഒരു പങ്ക് വേണമെങ്കിൽ വിജിതയ്ക്ക് കൊടുക്കാം. കള്ളവാ നീ പറയുന്നത്. നീ എത്ര സ്നേഹിച്ചാലും എന്റെ മോൾ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കില്ല. അതുകൊണ്ടല്ലേ ഇവൻ പ്രമാണം കാണിക്കാമെന്ന് പറഞ്ഞത്. നിന്നെ ജയിലിൽ കിടത്തിയത് നീ പകരം വീട്ടുക അല്ലേ? നാക്കിന് എല്ലില്ലെന്ന് കരുതി
നാവില് വരുന്നതൊക്കെ വിളിച്ചു പറയരുത്. അവളുടെ പറമ്പ് ഇവന് എഴുതി കൊടുത്തെന്നൊക്കെ ഞാൻ പിന്നീട് അറിയുന്നേ. അതിനുശേഷം ഞാൻ ഇവനോട് പറഞ്ഞതാ തിരികെ എഴുതി കൊടുക്കാൻ. പിന്നെ ആലോചിച്ചപ്പോ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നി. എന്റെ നല്ല നാളുകൾ കുറെ ജയിലിലാക്കിയത് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഒരുത്തനാ. അതിനു പകരം ഈ പറമ്പിൽ അധ്വാനിക്കുന്നത് തെറ്റല്ലെന്ന് എനിക്ക് തോന്നി. 3.5 ഏക്കർ പറമ്പിൽ നിനക്കൊരു 50 സെന്റ് പോരായിരുന്നോടാ? ഈ 3.5 ഏക്കറൊക്കെ കരുണം മോളുടെ പേരിൽ വാങ്ങിക്കൊടുത്തത് എത്ര പേരുടെ കണ്ണീര് വീഴ്ത്തിട്ടാണ് ഞങ്ങൾക്കൊക്കെ ഊഹിക്കാൻ പറ്റും. മറ്റുള്ളവരുടെ പ്രാക്കും വേദനയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിലൂടെ നമ്മൾ നേടുന്നതെല്ലാം ഒരു സമയത്ത് നഷ്ടപ്പെടും. മിക്കവാറും ഇപ്പൊ താമസിക്കുന്ന തറവാടുണ്ടല്ലോ, അതും കൈവിട്ടു പോകും. നീ പറഞ്ഞത് പ്രാക്കും വേദനയേറ്റ എല്ലാം നഷ്ടപ്പെടുമെന്നല്ലേ? എന്നാ ഞാൻ പ്രാകാടാ. പരിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു അമ്മയുടെ പ്രാക്ക. നീയൊക്കെ മുടിഞ്ഞു പോവും. ഇടയ്ക്ക് പരിശുദ്ധി എന്നൊരു വാക്ക് കേട്ടിരുന്നു, അതുകൊണ്ടൊന്നും പറ്റില്ല. അത് ശരിയാ. അല്ലെങ്കിൽ ആ വാക്ക് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തെങ്കിലും പറ്റിയാനാ. എന്റെ കൊച്ചിന്റെ പറമ്പിലെ തേങ്ങ പോലും നീയൊന്നും എനിക്ക് തന്നില്ല. അതെ, കൊറോണയൊക്കെ വന്നിട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. ഞാൻ ആ തേങ്ങ വിറ്റ് കിട്ടിയ പണം പല വീടുകളിൽ എത്തിച്ചു കൊടുത്തു. ഞങ്ങൾ എടുത്തില്ലെന്ന് പറയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പാപവും കിട്ടാൻ പോകുന്നില്ല. ഉള്ളതിൽ മുക്കാലും മറ്റുള്ളവർക്ക് കൊടുത്താ ശീലം. പിന്നെ കൊടുക്കാൻ പാടില്ലാത്ത ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്റെ അനിയന് മാത്രമാണ്. പത്മിനിയാണ് ഇവിടുത്തെ അടുക്കളപ്പണി ചെയ്യുന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അതല്ലയോ പറഞ്ഞു വരുന്നത്? എല്ലാം ഞാൻ മോള് പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാർത്തൂനെ നിങ്ങൾക്കൊക്കെ അറിയാലോ നന്നായിട്ട്. പിന്നെ അറിയത്തില്ലേ? അഹങ്കാരിയാ, കൊള്ളരുതാത്തവളാ. അവളൊരു വീടിനകത്ത് കയറിയാലേ അവിടെ ഉള്ളവരുടെ സ്വസ്ഥത പോകും. കുറച്ചുനാള് ഞങ്ങളുടെ കൂടെ ആയിരുന്നല്ലോ താമസം. അതെ, എന്തായാലും ഇവിടുത്തെ അരുൺ സാറിന് അബദ്ധം പറ്റി. അതിപ്പോ മനസ്സിലാവത്തില്ല. കുറച്ചു കഴിയുമ്പോ എല്ലാം സ്വയം ബോധ്യപ്പെട്ടോളും അല്ലേ? എനിക്ക് പാചകമൊന്നും അറിയത്തില്ല. അവളും അമ്മായി ഇവിടുന്ന് പോയതുകൊണ്ട് ഞാൻ കുറെ പഠിക്കുമെന്ന എല്ലാവരുടെ വിചാരം. എന്നാ ഞങ്ങൾ അന്തസ്സായിട്ട് ജീവിക്കുകയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവണം. അടുക്കളപ്പണിയൊക്കെ ഞാൻ തന്നെ ചെയ്യുന്നേ പറയൂ. അതുകൊണ്ട് ആരെങ്കിലും ഈ വീട്ടിൽ വരികയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങരുത്. അടുക്കളയിലും പിന്നാമ്പുറത്തും നിക്കണം. കള്ളത്തരം പിടിച്ചു കഴിഞ്ഞാ നാണക്കേടാ. അതെ, ഈ മുൻവശത്തെ വാതിൽ അങ്ങ് അടച്ചേക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാ ഈ നാടകംകളി പൊളിയും. അത് ഞാൻ നോക്കിക്കോളാം. ദേ, ആര് വന്നാലും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് കൊടുക്കണം. എന്റെ കയ്യിന്നാ പവിത്ര പാചകം പഠിച്ചത്. അവിടെ കയ്യിന്നാ ഈ പറയുന്ന കാർത്തു പഠിച്ചത്. അതുകൊണ്ട് അവളുമാരുണ്ടാക്കുന്നതിനേക്കാളും ഒരു പടി മുമ്പിലായിരിക്കും എന്റെ പാചകം. അത് കഴിച്ചിട്ട് മോളെ ആരും കുറ്റം പറയത്തില്ല. അവളുടെ പേരിൽ ഒരു 3.5 ഏക്കർ പറമ്പുണ്ടായിരുന്നല്ലോ, അത് പോയെന്ന്. ആർക്ക് കൊടുത്ത്? അവള് കാലണ വാങ്ങിക്കാതെ ദീപൻ എഴുതി കൊടുത്തു. അതിന് നിങ്ങളെന്തിനാ മനുഷ്യ ഇങ്ങനെ ചിരിക്കുന്നേ? എടീ, നിനക്കൊക്കെ അത് തന്നെ വേണം. എടീ, അവൻ അത് കൊടുത്തത് കൊണ്ട് എന്താടീ കുഴപ്പം? ഉണ്ണിയാണ് അവളുടെ കെട്ടിയവൻ. എന്നാ അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപനാ. പിന്നെ അവൾക്ക് വേണ്ടി അവൻ ജയിലിലും കിടന്നിട്ടുണ്ട്. ഇത്രയൊക്കെ ത്യാഗം ചെയ്തവന് 3.5 ഏക്കർ അത്ര വലിയ കാര്യമാണോ? നിങ്ങൾ എന്ന് മുതലാ ഇങ്ങനെ നല്ലവനായത്? അനുഭവങ്ങൾ എന്നെ മാറ്റി മറിച്ചടി. ഈ സംഭവം അറിഞ്ഞതോടെ എന്റെ ജീവൻ അങ്ങ് പോയി. എന്നിട്ട് നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഇത് ജീവനോടെയുള്ള നിങ്ങളുടെ കെട്ടിയോളല്ല, പിന്നെ അവളുടെ പ്രേതവാ. അതെനിക്ക് മനസ്സിലായി. നീ പ്രേതത്തെ പോലെ പലയിടത്തും അലഞ്ഞ് തിരിയുകയാണെന്ന്. എനിക്കറിയാം. ആരെ അറിയിക്കാതെ പരോളിൽ ഇറങ്ങിയിട്ട് നിങ്ങളാണ് വിശ്വേട്ടന്റെ തലക്കടിച്ചതെന്ന്. എടീ, അവൻ എന്നെ കാണാൻ വന്നപ്പോ മറ്റു ചിലരുടെ പേരാ പറഞ്ഞത്. അത് നീ തിരുത്തണ്ട. ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിലേ ഞാനിതിന് നല്ലൊരു പരിഹാര മാർഗം നിർദ്ദേശിച്ചേനെ. നിങ്ങൾ തമ്മിൽ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെയല്ല. സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാ, അമിതമായി സ്നേഹിക്കുന്നവരാ. അങ്ങനെയുള്ളവർക്കിടയിൽ ഇതുപോലൊരകലം പാടില്ല. മഞ്ജുവിനെ വിവാഹം കഴിഞ്ഞിട്ട് കുറേയായി. ഇതുവരെ അവർക്ക് കുട്ടികളില്ല. ഞങ്ങള് 2 കുടുംബങ്ങളും അരുണിന്റെ മുത്തച്ഛനും ഒരു പേരക്കുട്ടിയെ കാത്തിരിക്കുക. കാർത്തൂനും അരുണിനും എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന്
ഞാൻ ചോദിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്താ കണ്ണന്റെ വെളിപ്പെടുത്തൽ. കേട്ടപ്പോ നല്ല വിഷമം തോന്നി. അതെന്റെ തെറ്റാ അപ്പച്ചി. മോളുടെ തെറ്റല്ല. മോൾക്കുണ്ടായ മോശം അനുഭവമാണ് കാര്യങ്ങൾ ഇത്രത്തോളം വഷളാക്കിയത്. സാരമില്ല. ഇപ്പൊ കാണുന്ന ഡോക്ടറെ നമുക്കൊന്ന് മാറ്റി നോക്കാം. എന്റെ പരിചയത്തിൽ ഒരു ഡോക്ടറുണ്ട്, ഡോക്ടർ സുജാത. മിടുമിടുക്കിയ നല്ലൊരു സൈക്യാട്രിസ്റ്റാ. ഈ പ്രശ്നത്തിന് അവർ ശാശ്വതമായ ഒരു പരിഹാരം കാണും. ഞാൻ അരുണിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരാൻ. ഇന്ന് തന്നെ അവരെ പോയി കാണണം. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്താ അവിടെ എത്താം. രണ്ടുപേരും കൂടി അങ്ങോട്ട് പോണം. എല്ലാം ഉണ്ട് നിങ്ങൾക്ക്. എന്നാൽ ഒരു കുടുംബാവുമ്പോ ഉറപ്പായിട്ടും കുഞ്ഞുങ്ങൾ ആവശ്യമാ. ഇപ്പോ അതൊരു കുറവായി തോന്നില്ല. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും അതിന് മാറ്റം വരും. അരുൺ തന്നെ ചിലപ്പോ മോളെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തിയെന്നും വരും. ഇപ്പൊ തന്നെ അവനായതുകൊണ്ടാ ഈ സംഭവം വലിയ തലവേദനയായി മാറാത്തത്. മോളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കണ്ണേട്ടന് പോലും ഈ കാര്യത്തിൽ വിഷമമുള്ളതുകൊണ്ടാ എന്നോട് ഈ വിവരം പറഞ്ഞത്. അപ്പച്ചി പറയുന്നത് ഞാൻ അനുസരിച്ചോളാം. നെഞ്ചി തൊട്ടപ്പച്ചി പറയാ. ഇപ്പോ എന്റെ 2 മക്കളെക്കാളും സന്തോഷത്തോടെ സുഖത്തോടെ മോള് ജീവിക്കണമെന്ന അപ്പച്ചി ആഗ്രഹിക്കുന്നത്. മോൾക്ക് തന്നെ ആദ്യ കുഞ്ഞ് ജനിക്കണമെന്ന്. സ്റ്റേറ്റ്സിൽ നിന്ന് ഇവിടേക്ക് വരണമെന്ന് എനിക്കും നീതിക്കും തോന്നിയത്. അത്രയ്ക്ക് അവള് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. പിന്നെ എന്തിനാ ദേവയെക്കുറിച്ചുള്ള ഈ അന്വേഷണം? അവൾക്കൊരു കുഞ്ഞുണ്ടായിക്കോട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ. അത് തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാനുമായി രക്തബന്ധമുള്ള ഒരു കുഞ്ഞ് ദേവയ്ക്കുണ്ടെങ്കിൽ അതെന്റെ സ്വന്തമാണ്. പക്ഷെ ഒരിക്കലും ആ കുഞ്ഞ് അച്ഛൻ ആരാണെന്ന് അറിയണമെന്നില്ല. ഇനി അറിയിക്കാൻ ശ്രമിച്ചാൽ ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടാവും 2 കുടുംബത്തിലും. ദേവ ഇപ്പോ ശാന്തമായ ഒരു ജീവിതം നയിക്കുന്നുവെന്നാണ് അരുന്ധതിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനിടയിൽ വിള്ളലുണ്ടാക്കാനേ തന്റെ ഈ പ്രസൻസ് കൊണ്ട് സാധിക്കൂ. എന്താന്നറിയില്ല, നാട്ടിലെത്തിയ ശേഷം ദേവ വല്ലാതെ എന്നെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. നീത അറിയാതെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന അവളുടെ കുറച്ച് ഫോട്ടോസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കി മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കാം. വർഷങ്ങൾക്ക് ശേഷം താൻ വീണ്ടും അവളെ പ്രണയിക്കുകയാണോ? ഹേയ്, ഒരിക്കലുമില്ല. അവളൊരു ഭാര്യയാണ്, അമ്മയാണെന്ന സത്യം എനിക്കറിയാം. എനിക്കും 50 കഴിഞ്ഞു. ഇനി എന്ത് പ്രണയം? അതേപ്പറ്റിയൊന്നും താൻ പറയണ്ട. വാർദ്ധക്യത്തിലും പച്ച പിടിച്ച് നിൽക്കുന്നതാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങൾ. പ്രായത്തെ അതിജീവിക്കുന്ന ഒരേ ഒരു വികാരം മാത്രമേ മനുഷ്യരിലുള്ളൂ. അത് പ്രണയമാണ്. മനുഷ്യ മനസ്സറിയാവുന്നതുകൊണ്ട് പറയാ, ദേവ ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് തന്നെയായിരിക്കും. പക്ഷെ താനോ ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും അവളെ തന്നെയാ. അവിടെ താനൊന്ന് ചിന്തിക്കണം. വീട്ടിനകത്തേക്ക് പോകാൻ മടിക്കുന്ന പാവപ്പെട്ട ഒരു ഭർത്താവാണ് താനിപ്പോൾ. പേഷ്യൻസിനെ പോലും മനസ്സമാധാനത്തോടെ ഒന്ന് നോക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ വീട്ടിനകത്ത് പൊട്ടിത്തെറിക്കാൻ പാകത്തിലൊരു ഭാര്യയുള്ളപ്പോൾ കഴിഞ്ഞതൊക്കെ മറന്ന് ഭാര്യയെ ശാന്തമാക്കുകയാണ് വേണ്ടത്. അതൊരിക്കലും ശാന്തമാകില്ലടോ. ഞാൻ മരിച്ചു കിടക്കുമ്പോഴും അവൾ എന്നെ സംശയിക്കും. എന്റെ അടുത്ത് വന്നിരുന്ന് ഏതെങ്കിലും സ്ത്രീകൾ കരഞ്ഞാൽ. അത് കൊള്ളാലോ. തമാശയല്ല, അങ്ങനൊരു മനസ്സ്. എങ്ങനെയുണ്ട്? ഇത് നീ തന്നെ ഉണ്ടാക്കിയതാണോ? ഞാനല്ലാതെ പിന്നെ ആര് വന്നു ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ? ആ കാർത്തു ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ അതേ ടേസ്റ്റ്. അപ്പോഴും അവൾക്ക് മാർക്കിട്, എനിക്ക് തരണ്ട. നന്നായിട്ടുണ്ട്. ആ, ഫുൾ മാർക്ക് കൊടുക്കാവോ? അതെല്ലാം കഴിച്ചിട്ടേ പറയാൻ പറ്റൂ. എന്നാ കഴിക്ക്. ദാ. അല്ല കണ്ണേട്ടാ, ഞാനും സാറും യാത്ര ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരാളെ വഴിയിൽ വെച്ച് കണ്ടു. അത് ആരാന്നറിയില്ല.
നേരത്തെ മുത്തശ്ശന്റെ വീട്ടിൽ പോയപ്പോ അപ്പച്ചിയുടെ ബാഗിൽ നിന്നും അയാളുടെ ഫോട്ടോ കിട്ടിയിരുന്നു. അത് ഞാൻ മുത്തശ്ശനെ കാണിച്ചപ്പോ എന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ച് വലിച്ചു കയറി കളഞ്ഞു. മുത്തശ്ശന്റെ മുഖത്ത് ആദ്യമായിട്ട് ദേഷ്യം കണ്ടത് അപ്പോഴാ. ഇന്ന് ഞങ്ങൾ അവിടെ പോയപ്പോ ആ ബാഗൊന്നും അവിടെ കാണാനില്ല. ആ ഫോട്ടോയിൽ കണ്ട ആളെ തന്നെയാ ഞാനിന്ന് കണ്ടത്. പക്ഷെ മുത്തശ്ശനോട് ചോദിച്ചപ്പോ അത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്നാ പറഞ്ഞത്. ഇന്ന് ആ ഫോട്ടോയിൽ കണ്ടത് ആരെയാണെന്ന് വെളിപ്പെടുത്തുന്നുമില്ല. മോളി വിവരം അരുണിനോട് പറഞ്ഞോ? ഇല്ല, പറയണമെന്നുണ്ടായിരുന്നു പലപ്പോഴും. ഇന്ന് ഞാൻ റോഡിൽ വെച്ച് അയാളെ കണ്ടപ്പോ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി. അപ്പോഴും സാറ് ചോദിച്ചു ആരെയാ നോക്കുന്നതെന്ന്. ഞാനൊന്നും പറഞ്ഞില്ല. മോൾ ഇത്തരം കാര്യങ്ങള് അരുണിനോട് പറയണ്ട. മുത്തശ്ശൻ ആ ഫോട്ടോ വലിച്ചു കയറിയെന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവർക്കൊക്കെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ആയിരിക്കും. ഒന്നാമതേ അദ്ദേഹം ഒരു ശാന്തപ്രകൃതക്കാരനാ. എന്നിട്ടും അദ്ദേഹം ദേഷ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളൊരു വൃത്തികെട്ട ആളായിരിക്കും. അത് ഉറപ്പാ. എങ്കിലും അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് അതാരാന്നറിയാനൊരു ആകാംക്ഷ. മോളിപ്പോ സുഖത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക. അതിനിടയ്ക്ക് എന്തിനാ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തിരക്കുന്നത്? നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കണം. അന്ന് ആ ഫോട്ടോ കണ്ടതിന് ശേഷം ആ വിവരം ഞാൻ അപ്പച്ചിയോടും പറഞ്ഞിരുന്നു. അപ്പോ അപ്പച്ചിയുടെ മുഖത്ത് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആകെയുള്ള സന്തോഷം അവളാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് നമുക്കൊപ്പം വന്ന് താമസിക്കുന്ന ഒരു പയ്യനെ മോക്ക് വേണ്ടി കണ്ടെത്തണം. എന്നിട്ട് ഒന്നിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു വീട്ടിൽ കൂടാലോ. അപ്പൊ നിങ്ങൾക്കും ഞങ്ങൾക്കും എപ്പോഴും അവളെ കാണാം. നമുക്കൊപ്പം വന്ന് താമസിക്കണമെന്ന് ഒരു പയ്യനോട് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നത് തെറ്റാണ്. അങ്ങനെയുള്ള ബന്ധം മതിന്ന് വെക്കണം. വ്യക്തിത്വം ഇല്ലാത്ത ആളുകളെ അങ്ങനെ പറയൂ. നിങ്ങൾ നിങ്ങളുടെ സിദ്ധാന്തം ഒന്നും എടുക്കണ്ട. പെൺകുട്ടികളെ സ്നേഹിക്കുന്ന പയ്യന്മാരെ അങ്ങനെ ഒരു നിലപാടെടുക്കും. പ്രത്യേകിച്ച് അവർക്ക് സഹോദരങ്ങളുണ്ടെങ്കിൽ. ഒരു ഡിമാൻഡും നമ്മൾ അങ്ങോട്ട് വയ്ക്കാത്ത നല്ലത്. അതുപോലെ ദീപൻ പ്രമാണത്തിൽ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ അവനെ പാടെ തള്ളിക്കളയരുതെന്ന എന്റെ അഭിപ്രായം. അവന് ജീവിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അതുപോലെ തന്നെ 10-22 വയസ്സായപ്പോഴേ ജയിലിൽ പോയവനാ. ഇപ്പൊ അവന് 30 ആയിട്ടേ ഉള്ളൂ. എല്ലാം അറിഞ്ഞ് അവനെ വിവാഹം കഴിക്കാൻ തയ്യാറാവുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ ബന്ധം അങ്ങ് നടത്തി കൊടുക്കണം. അല്ല, ഏട്ടനിത് എന്തിന്റെ കേടാ? ഭ്രാന്ത് അല്ലാതെന്താ? ഞാൻ ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ സംശയിക്കുന്നത്. നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെയല്ല, തല തിരിഞ്ഞ ചിന്തകളാ. ചില നേരത്തെ ദേഷ്യം നിയന്ത്രിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്കേ അറിയൂ. എന്റെ സ്വഭാവം എന്താണെന്ന് ഇവൾക്കറിയാം. നീ സംശയിക്കുന്നതിൽ ഒരു കാര്യമില്ലെന്നും ജയിക്കറിയാം. അത് അനിയത്തി എപ്പോഴും ഏട്ടനെയല്ലേ സപ്പോർട്ട് ചെയ്യൂ. പക്ഷെ ജയശ്രീ, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഇങ്ങേര്. എന്റെ കണ്ണൊന്ന് തെറ്റിയ വേലി ചാടുന്ന സ്വഭാവ. ഇങ്ങനെ സംശയിക്കുന്നവരാ സാധാരണ തെറ്റിയാൻ സാധ്യത കൂടുതൽ. എന്താ പറഞ്ഞേ? ഇനി 1-2 പറഞ്ഞ് വഴക്കിടല്ലേ ചേച്ചി? ഞാനാണോ വഴക്കിടുന്നത്? എന്റെ സ്വഭാവത്തിൽ കയറി പിടിക്കാൻ തുടങ്ങി. ഇനി അത് വേണ്ടാട്ടോ.